കണ്ടു കഴിഞ്ഞാൽ ഉണക്കമുന്തിരി പോലെ ഇരിക്കും. അങ്ങനെ ബ്ലൂബെറി എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ടല്ലേ? കണ്ടോ, നമ്മള് ശരിയായ ദിക്കിലാണോ പോകുന്നത്? എന്താ അച്ഛക്ക് ഭയങ്കര വിഷമമെന്ന് പറയുന്നേ? പറ, സത്യം പറയണം. എന്തിനാ അച്ഛ വിഷമിക്കുന്നേ? കുഞ്ഞിനറിയത്തില്ല? പറയച്ചേ, അല്ല പറഞ്ഞിട്ട് പോ. രാത്രിയിൽ നമ്മളിത് കാട്ടിലോട്ടാണ് ഇന്ന് പോകാൻ പോകുന്നത്. ഒന്നെങ്കിൽ വൈകിട്ട് നമ്മൾ കടപ്പുറത്ത് പോകും, അല്ലെങ്കിൽ കാട്ടിൽ പോകും. അപ്പോൾ ഇന്ന് നമ്മൾ കാട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. അതിനായിട്ട് ഇതേ കൊതുകിൻ്റെ മെഷീനൊക്കെ എടുത്ത് പുതിയ ലിക്വിഡ് വാങ്ങിച്ചു. പെട്ടെന്ന് അങ്ങ് തീരുകയും ചെയ്യും. പിന്നെ നമ്മൾ സാധാരണ സ്പ്രേ അടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇത് തീർന്നു കഴിഞ്ഞാൽ എന്നാലും ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൊതുക് ഇങ്ങനെ കുത്താതെ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. കൂട്ടം ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നത്. തൊപ്പി എവിടെയാവാ? തൊപ്പി എടുത്ത് തലേ വെക്ക്. കൊതു കുത്തും നിന്റെ തലയിലെല്ലാം. പോയെടുത്ത് വെക്ക്. അച്ഛയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചൂണ്ട ഇടാൻ പോയി. ഒരു മീനെ പിടിച്ചു. മെനഞ്ഞാന്നാ പുതിയ ചൂണ്ട വാങ്ങിച്ചേ. എന്നിട്ട് ആദ്യമായിട്ടൊരു മീനെ പിടിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചൂണ്ട ഒടിച്ചു. ഗ്ലാസ് ഇങ്ങനെ തുറന്നപ്പോഴത്തേക്ക് തിരിച്ചടച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ഇരുന്ന് ഒടിഞ്ഞു പോയി. 40 യൂറോ പോയി കിട്ടി. ഒരെണ്ണം 2 ദിവസം മുന്നേ ഒടിച്ചത്. ഇപ്പം ചൂണ്ട ഒടിക്കല ഇപ്പം സ്ഥിരം പരിപാടി. അത് നല്ല വില കൂടിയ ചൂണ്ടകൾ. നമ്മൾ കാട്ടിൽ വന്നപ്പോഴത്തേക്ക് വേറെ തരം മഷ്റൂംസ് ഒക്കെ കാണുന്നുണ്ട്. അല്ലടാ കൂട്ടാ, ഇവിടെയും കാണുന്നുണ്ട് കൂണ്. എന്തേണ്ടേ അവിടെ മഷ്റൂം നിൽക്കുന്നതോ? ഇതാണോ അച്ഛൻ? നോക്കിക്കേ. നോ, നിങ്ങളല്ല പക്ഷെ ഈ കളറാണ് നമ്മൾ ഉദ്ദേശിച്ച് വന്ന കൂണ്. ഈ കളറാണ്, പക്ഷെ ഇതല്ല സാധനം എന്നാണ് തോന്നുന്നത്. പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കില്ല. എന്തേ അല്ല ഇതല്ല നമ്മൾ ഉദ്ദേശിച്ച സാധനം. ഇതല്ല. ഇവിടെ കുറേ നിൽപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതുപോലെ തന്നെ തോന്നി. നമ്മളാണെങ്കിൽ എല്ലായിടവും കയറി ഇങ്ങനെ നോക്കുവാണ്, പക്ഷെ കിട്ടണം എന്നുള്ളൊരാഗ്രഹത്തിൽ നടക്കുവാണല്ലോ. അപ്പോൾ ഉണ്ടോ അച്ഛേ? താഴെ വീണതാ? നമ്മളിപ്പോൾ എടുത്തേ അത്? ഇവിടെ ഉണ്ട്. കണ്ടോ, കൂണുകളുടെ ബഹളമാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കൂണല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കൂണ് തന്നെ. അവിടെയും കുറേ കൂണ് നിൽക്കുന്നു. മൂസായിരിക്കും. മൂസുള്ള കാടല്ലേ? അതെന്തോ ആയിരുന്നു ചേച്ചി ആ വീണ് കിടക്കുന്നത്? അതല്ലായിരുന്നു? അതുകൊണ്ട് ഇവിടെ വേറെ ചെറിയ കൂണ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടേ ഞാൻ കാണിച്ചു തരാം. വേറെ കൂണ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പല ടൈപ്പ് കൂണുകളുണ്ട്. കണ്ടോ, ഏവക്കൂട്ടം കണ്ടോടാ? നല്ല ഡീപ്പായിട്ടുള്ള കാടാണ്. പക്ഷേ നമുക്ക് എല്ലാം വിസിബിളാണ്, കാണാം. കാരണം മരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇവിടെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് പല ടൈപ്പ് കൂണുകളും കാണുന്നുണ്ട്. ഇഷ്ടം പോലെ കൂണുകൾ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം മാത്രം കിട്ടുന്നില്ല. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്നത് പോലെ നമ്മളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. തേടി കണ്ടുപിടിക്കണം. വഴി മറന്നു പോവല്ലേ അച്ഛൻ? എവിടെങ്കിലും ഒക്കെ ചെല്ലും അല്ലേ? അല്ല, കാണുന്നില്ലടാ ചക്കര. അത് മാത്രം എന്താ കാണാത്ത? ഇവിടൊക്കെ ഒരുപാടുണ്ട് വേറെ പല ടൈപ്പ് കൂണുകൾ നിൽക്കുന്നുണ്ട്. ഇതേണ്ടത് ചെറിയ കൂണുകൾ കണ്ടോ? കൂണുകൾ പലതരം ഉണ്ട്. നമ്മളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കണ്ടുപിടിക്കാൻ ഇനി എത്രത്തോളം നമ്മൾ കാത്തിരിക്കണമെന്ന് എനിക്കറിയത്തില്ല. അല്ലേ ഏവക്കുട്ട? ഇതേണ്ട വേറെ ടൈപ്പ് കൂണ്. അത് ഹാർമയാ. എന്തോ? ഇല്ല, ബ്ലൂബെറീസ് ഇല്ലാത്ത കാടാ ഇത്. കാട്ടിൽ ബ്ലൂബെറി കാണുന്നില്ല. പല ടൈപ്പ് മഷ്റൂംസ് ഉണ്ട്, പക്ഷെ അത് മാത്രമില്ല. ബ്ലൂബെറീസും ഇല്ല, യാതൊരു ബെറീസും ഇല്ല. കുറേ മരങ്ങളുണ്ട്. പക്ഷെ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു ഈ കാട്. പേടി തോന്നുന്നില്ല ആക്ച്വലി എനിക്ക്.
രാത്രിയാണ്. രാത്രി എല്ലാരും ഉറങ്ങും. എന്താ ഈ കാട്ടിൽ ആരുമില്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഈ കാട്ടിൽ ഞങ്ങള് മാത്രം. അതേന്ന് പക്ഷി ചലച്ച സൗണ്ടാ, പക്ഷിയുടെ സൗണ്ട്. അതെ, ഇവിടെ കുറേ കൂണ് നിൽക്കുന്നു. എന്താണ്ടേ കുഞ്ഞു കുറേ കൂണുകള് കണ്ടോ? കുഞ്ഞു കൂണ് നിൽക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ നിൽക്കുന്നു. പല ടൈപ്പ് കൂണുകൾ, ആദ്യമായി കാണുന്ന സൈസ്, പല സൈസ് കൂണ്. അതുകൊണ്ട് അവിടെ വലിയൊരു കൂണ്, അതുകൊണ്ട് അവിടെ ബ്ലൂബെറീസ് ഇല്ലാത്ത കാട. ദൂരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പലയിടത്തും കൂണുകൾ നിൽക്കുന്നത്. ആണോ? കിളികളാടാ ചിലയ്ക്കുന്നത്. എങ്ങോ ദൂരെ കിളികൾ ചിലയ്ക്കുന്ന സൗണ്ട് കൂട്ടത്തോടെ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കൂണുകൾ. വേണ്ടതേ കണ്ടോ, കുഞ്ഞു കൂണുകൾ ഒരുപാടുണ്ട്. അവിടെയൊക്കെ നിപ്പുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ? അതുകൊണ്ടേ ദേണ്ട ഇവിടെ ഒരെണ്ണം. പിന്നെ അതേ ഇതേണ്ടേ ഇവിടെ ഒരെണ്ണം. ഏത് സൈഡിലച്ചേ? ഇവിടെ ഇഷ്ടം പോലെ കുഞ്ഞത്. വാ, എല്ലാ സൈഡിലും നമുക്ക് നോക്കിയിട്ട് പോവാം. സൗണ്ട് കേട്ടോ? വേണ്ട, ഇവിടെയും കൂണ് നിൽക്കുന്നത്. വേണ്ട ഒരു സൈസ് കൂണ് ദേ നിൽക്കുന്നൊരു കൂണ്. ഇവിടെ കൂണ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ സൂസി ഇല്ലടാ. പോവാ ഇതിലില്ല ചേന്ന്. ഓക്കെ, ഇതിലെ കൂടെ അപ്പുറത്തോട്ട് ഇറങ്ങണം നമുക്ക്. ഇത് എടുക്കാം കുഞ്ഞിനെ, അപ്പുറത്തോട്ടാക്കാം. അയ്യപ്പ, ഞാൻ വരുവാ അങ്ങോട്ട്. പോന്ന നടക്ക്, പതിയെ. അല്ല, അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാ. യെല്ലോ കളർ. വരുവാ ഞങ്ങൾ അങ്ങോട്ട്. അച്ഛൻ എന്തോ കണ്ടുപിടിച്ചു, ചെല്ല് അങ്ങോട്ട് പോയി നോക്കാം. കുഞ്ഞിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് കണ്ടോ കൂണുകളൊക്കെ കാണുമ്പോൾ? അതെ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. തൊടല്ല, ഒന്നിലും തൊടല് കേട്ടോ. കൂണിൽ ഒന്നിലും തൊടല്. കുഞ്ഞിന് എല്ലാം അറിയാം. കാട്ടി വരാനുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലെ കൂണുകളൊന്നും പിടിക്കല്ല്. അതാണ്. ഇത് പൂക്കളാ. പോ, നമുക്ക് നോക്കാം. അവിടെ ഏതാ ചേച്ച കണ്ടത്? ആണോ? ലുക്കോ ഷേപ്പ് അതുപോലെ എന്തേ? ഇതേ ഇവിടെയൊക്കെ കുറെ കുഞ്ഞു അരിക്കൂട് പോലത്തെ കൂണുകൾ. അരിക്കൂണൊക്കെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇവിടെ വലിയ കൂണ് നിൽക്കുന്നുണ്ട്. കൂണുകളുടെ കേന്ദ്രമാണ് ഇത് ആക്ച്വലി. അതെ, ഇത് നമ്മൾ തേടി നടക്കുന്നതിൻ്റെ പോലത്തെ തന്നെ. പക്ഷെ ഇതല്ല ആക്ച്വലി കൂണ്, ഇതുമല്ല. കുഞ്ഞിനറിയാം, കുഞ്ഞൊന്നേലും തൊടത്തില്ല അല്ലേ? ഇവിടെയുണ്ട്. കുഞ്ഞൊന്നേലും തൊടത്തില്ല. കുഞ്ഞെല്ലാം കാണത്തേ ഉള്ളൂ. കാഴ്ചകളെല്ലാം കാണും. കാട്ടിലെ കിളികളുടെ സൗണ്ട് കേട്ടു അല്ലേ? അതിന് നമുക്ക് അങ്ങോട്ട് പോവാം. അച്ഛയുടെ പുറകെ പോവാം. ഇതാണ് വിഷക്കൂണ്. നൈസ്, നല്ല കാടാ. എനിക്കിഷ്ടപ്പെട്ടു ഈ കാട്. എനിക്കും ഇഷ്ടപ്പെട്ട്.
ആ അതെ അവിടെ കാടാ. ആ സിയാനി അവളടുത്ത് വഴിയുണ്ട് കണ്ടോ. എൻ്റെ കുഞ്ഞിനെല്ലാം മനസ്സിലായേ, എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവൾക്ക് എല്ലാ കാര്യങ്ങളും. ബ്ലൂബെറി ഉള്ള കാട് ഭയങ്കര നടക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് മഷ്റൂംസ് ഉള്ള കാട്ടിൽ കൂടെ ഈസി ആയിട്ട് നടക്കാമെന്നാണ് കുഞ്ഞു പറയുന്നത്. കിളികൾ, പക്ഷികൾ. ആ അവിടെ നിൽക്കുന്നൊരു മഷ്റൂം. അതുകൊണ്ട് അവിടെ, അതുകൊണ്ട് ആ മരത്തിൻ്റെ ചോട്ടി അതുകൊണ്ടടാ ഈസോ വലിയത് കണ്ടോ. ആണോ? ആ ഇതിലേ ചാടിപ്പോ, ഇതിലേ പോ. അത് വിഷമാ. കമ്പെല്ലാം ഉണങ്ങി താഴെ വീണ് കിടക്കുക. ആ മുറിഞ്ഞ് താഴെ വീണ. ഇതാരും ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല, നമ്മൾ തന്നെ തേടി കണ്ടെത്തണം. കിട്ടിയാ കിട്ടി, എന്നാലും തേടുന്നതിനൊന്നും ഇല്ലല്ലോ അല്ലേ. നമ്മുടെ മാക്സിമം നമ്മൾ ശ്രമിക്കുക. അതുകൊണ്ട് അവിടെ നിൽക്കുന്നൊരു കൂണ് ഇതുകൊണ്ട് കണ്ടോ. അങ്ങ് ഇവിടെ നിൽക്കുന്ന ഇതല്ല, ഇതോ അവിടെ, അങ്ങ് അവിടെ മരത്തെ വലിയ കൂണ് നിൽക്കുന്നുണ്ടോ. എന്തൊക്കെയോ കൂടുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒത്തിരി വലിയ കൂണാ. അതൊക്കെ വിഷമാ പോ. ചെറുതായിട്ട് എന്തോ കൊത്തിയിട്ടുണ്ട്, അത് ദ്രവിച്ചു പോയതാണ് ഇപ്പോ. ഈ ഭാഗത്ത് കണ്ടോ നല്ല അടിപൊളി പാറ, നല്ല രസമുണ്ട് കാണാൻ. കാട്ടുവഴിയാണേ. നല്ല രസമുണ്ട്, ഡിസൈനൊക്കെ ഉള്ള പാറകൾ. കാട്ടിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കാനേ നമുക്കൊരു പേടി തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം അല്ലേ. ചിലയിടത്തൊക്കെ പോകുമ്പോൾ പേടി തോന്നാറുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ. പക്ഷെ ആദ്യമായിട്ടാണ് വരുന്നത്, അറിയാവുന്ന സ്ഥലമാണ് പക്ഷെ ആദ്യമായിട്ടാണ് വരുന്നത്. കാർ എവിടം വരെ പോകുമെന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ വണ്ടി അവിടെ ദൂരെ ഇട്ടു. രാത്രിയിൽ കാട്ടുവഴിയിലൂടെ നമ്മൾ നടക്കുകയാണ്. നടന്ന് ഏവക്കുട്ടൻ കുഴഞ്ഞു. ഏവക്കുട്ടനെ അച്ഛനെ തോളെ കയറ്റി. എന്ത് സുഖജീവിതോ, നടന്നു കുഴഞ്ഞാൽ തോളെ കയറ്റാം. ആണോ? ഓരോ കാടും അരിച്ചു വീർക്കുകയാണ്. ഫിൻലാൻഡിലെ ഓരോ കാടിൻ്റെയും മുക്കും മൂലയും അരിച്ചു വീർക്കിക്കൊണ്ടിരിക്കുന്ന മലയാളി കുടുംബം. ഓഹോ, ഈ ബ്ലൂബെറീസ് ഉള്ള കാട്ടിലോട്ട് കയറുമ്പോൾ ഭയങ്കര പണിയാണ്. നടക്കാൻ പാടാ. കാടിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറുമ്പോഴത്തേക്കേ എന്തെങ്കിലുമൊക്കെ അടയാളം ഇങ്ങനെ നോക്കി വെക്കണം. ഇറങ്ങിപ്പോകുന്ന വഴി എന്തോ ഈ മരമാണ് ഞാൻ നോക്കി വെച്ചേക്കുന്നത്. അച്ഛനും മോളും കൂടെ അങ്ങ് പോയി നടന്ന്. ഞാനും കൂടെ വരട്ടെ, നിങ്ങൾ ഓടി പോവാതെ. ഇവിടെ ഒരുപാട് ബ്ലൂബെറീസ് ഒക്കെ ഉണ്ട് കേട്ടോ, നിറയെ ബ്ലൂബെറീസ് നിൽപ്പുണ്ട്. നല്ല വലിപ്പമുള്ള ബ്ലൂബെറീസ്. എന്താണ്ട് ഇവിടെ മഷ്റൂം നിൽക്കുന്നതേ കണ്ടോ അച്ഛേ. പക്ഷെ നമുക്കെന്താ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തേ. അതിന് ഇനി എവിടെ പോവും അച്ഛേ? ആണോ? ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു പോവാം. എന്താ നടന്ന് കുഴഞ്ഞു. കൊതുക് കൊണ്ട് ഭയങ്കര ചൂട് കൊടുക്കുന്നു. മോസ്കിറ്റോയുടെ ബഹളമാണ് കാടിൻ്റെ അകത്തിൽ. നോർമലായിട്ട് നടക്കുന്ന ഒരു വഴി കഴിഞ്ഞ് നടക്കുന്ന പോലെ അല്ല നമ്മൾ കാട്ടിൽ കഴിഞ്ഞ് നടക്കുന്നത്. മൊത്തം പാറയും തടിയും അതും ഇതും. അതെ, കൊന്നും തടവും. അതെ, ഇഷ്ടം പോലെ ബ്ലൂബെറീസ് ഉണ്ട്. കൊതുകും കുത്താൻ തുടങ്ങി. മെഷീൻ ഉണ്ടെങ്കിലും രാത്രി ആകാനും തുടങ്ങി. ഇരുട്ടാ, ഇങ്ങോട്ട് ക്ലൗഡ്സ് എല്ലാം അങ്ങനെ കവറായിട്ടിരിക്കുക. ഇരുട്ടായി തുടങ്ങി. ഇപ്പൊ ഓൾറെഡി ഇരുട്ടാകുന്നുണ്ട്. അതെ, ഈ ഓട്ടം അങ്ങോട്ട് ആകുമ്പോഴത്തേക്ക് ഫുള്ളും ഇരുട്ടാവും. നമ്മൾ നോക്കി വെച്ച മരം, ഈ മരമായിരുന്നു നമ്മൾ നമ്മുടെ വഴിയുടെ അടയാളമായിട്ട് നോക്കി വെച്ചത്. ഓക്കെ, അപ്പോൾ എൻ്റെ അമ്മേ ഇതിലേക്ക് ഞാൻ എങ്ങനെ നിറങ്ങും? അടയാളം നോക്കി പോകണം, അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആവുക, നെറ്റ്വർക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാട്ടിൽ കിടന്ന് ചുരുളി കിടന്ന് കറങ്ങുന്ന പോലെ കറങ്ങേണ്ടി വരും.
പിന്നെ അതെ ബ്ലൂബെറി പിച്ച് തിന്ന് ജീവിക്കാം. ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ച് നമ്മൾ മടങ്ങുകയാണ്. ഏവക്കൂട്ടന് കുറെ ഇലകൾ കിട്ടി. അവള് ഇലകളൊക്കെ കളക്ട് ചെയ്തു. അതാണ് അവളുടെ സന്തോഷം. പിന്നെ എക്സസൈസ് ആവുന്നുണ്ട്. അല്ല ചുമ്മാ വീട്ടിലിങ്ങനെ മാറി ഇരുന്നാലേ ഫുൾ ടൈം തീറ്റിയാ അവധിയായിട്ടിരുന്നിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മള് ഭയങ്കര പാടാണ്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ബമ്പി ആയിട്ടുള്ള സ്ഥലം, പിന്നെ കാടും. നമ്മുടെ ഈ വണ്ടിക്ക് ഇങ്ങനെ അടിവശം തട്ടും. അതെ, നമ്മളിങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കാലി വെച്ച് വേണം പോവാൻ. തിട്ടയിലിങ്ങനെ നോക്കി പോണം. നല്ല മഴക്കാറേ. സമയം രാത്രി 10 മണിയായി. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ പച്ചക്കറിയൊക്കെ ഒന്ന് നോക്കുവാണ്. ഇനി നമ്മൾ കരുതുന്നത് സൗനയിലൊക്കെ പോയി നല്ല ചൂടുവെള്ളത്തിലൊന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ, എന്നിട്ട് കഴിച്ചിട്ട് ഉറങ്ങും. ഇപ്പം നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യാൻ പോവാന്നാണ് തോന്നുന്നത്. മഴയും കൂടെ പെയ്യുമ്പോൾ കുളിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ. നമ്മുടെ ഏവക്കുട്ടൻ്റെ പൂള് അതെ കിളികൾ പോകുന്നു. അതിനെ എടുക്കാനാണ് ഏവക്കുട്ടൻ പറയുന്ന വീഡിയോ. ഏവയ്ക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനല്ലേ. ആണ്. അപ്പം അച്ഛയാണെന്നുണ്ടെങ്കിൽ സൗന കത്തിക്കാനായിട്ട് വുഡ് എടുക്കാതെ നമ്മുടെ വിറക് പെരയിലോട്ട് പോയിട്ടുണ്ട്. അത് ഇവിടെ വെക്ക്, ഇവിടെ കുളിക്കാം. ഇവിടെ മതി, സ്വസ്ഥമായിട്ട് കുളിക്കാം നമുക്ക്. അച്ഛപ്പം എന്തേ നമ്മുടെ പൂള് വെക്കാനായിട്ട് അതിന് മുന്നേ ഷീറ്റ് ഇടാൻ പോവാം. അച്ഛനും മോളോട് ആദ്യമൊക്കെ എന്തുമായിരുന്നു അല്ലേ, ഇങ്ങനെ നമ്മുടെ ഈ ഗാർഡൻ ബെഡ് വിരിച്ചിട്ട് ഈ സാധനം ഇട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടൊക്കെ ആയിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്, പൂളില്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ ഏവക്കുട്ടന് വേണ്ടിയിട്ട് വലിയൊരു പൂള് വാങ്ങിച്ചു. ഇപ്പം നമ്മളെല്ലാവരും അതിലാണ്. നല്ല സുഖമാണ് കിടക്കാൻ. കഴിഞ്ഞ ദിവസം നിറച്ചിങ്ങനെ വെള്ളമാണെങ്കിൽ ചൂടുവെള്ളം എല്ലാം കളഞ്ഞ് തുറന്ന് വെച്ചിട്ട്. ഇന്ന് തുറന്ന് വെക്കല്ലേ ചേച്ചി, അടച്ച് തന്നെ വെച്ചേക്കണേ. അപ്പം ഇതിങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ പൂള് ബ്രേക്ക് ആവത്തില്ല. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ അല്ലേ, സൂചി പോലൊന്നും കൊണ്ട് ഇതായിപ്പോത്തില്ല. അതിന് വേണ്ടിയിട്ട് ഇട്ടതാ. ഇതേ മഴക്കാറ് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. വാവ്. എടുത്തോണ്ട് വാ. പൂളെടുത്തോണ്ട് വന്നിട്ട് ഇനി കാറ്റടിച്ച് വീർപ്പിക്കണം, എന്നിട്ട് വെള്ളം നിറയ്ക്കണം അല്ലേ പെണ്ണ. സൗനെ പോണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാനുകൾ. കണ്ടില്ലേ, ഏവക്കുട്ടൻ എല്ലാം അറിയാം. എല്ലാ കാര്യവും ഏവക്കുട്ടൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ നടക്കട്ടെ. പിന്നെ അതേ നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ല രീതിയിൽ പിടിച്ചു വരുന്നുണ്ട്. സുക്കിനി കണ്ടോ, സുക്കിനി വളർന്നു വരുന്ന കണ്ടോ. സുക്കിനിയെ ഞങ്ങളിങ്ങനെ നോറ്റ് വളർത്തിയെടുക്കുകയാണ് ഏവക്കുട്ടന് വേണ്ടിയിട്ട്. ഏവയുടെ സുക്കിനിയാണ്, ഏവയ്ക്ക് സലാഡ് ഉണ്ടാക്കാനുള്ള സുക്കിനിയാണ്. ഏവയ്ക്ക് സുക്കിനി ഇഷ്ടമാണ്. ഏവയ്ക്ക് ക്യാരറ്റ് ഇഷ്ടമാണ്. ക്യാരറ്റ് ഒരെണ്ണം തരം നോക്കാവോ? ക്യാരറ്റ് വളർന്നിട്ട് എടുക്കാം. ഇന്നലെ തുറന്ന് തിന്നല്ലോ ഒരെണ്ണം. അത് മൊത്തം വളർന്നു കഴിയുമ്പോ ഇനിയും തിന്നാം. ക്യാരറ്റ് വിച്ചാൻ ഏവക്കൂട്ടം കിടന്ന് ബഹളവാ. അപ്പം എന്തേ ഞാൻ ഒരെണ്ണം പൊക്കി നോക്കട്ടെ വല്ലതും ആയോന്ന്. ഒന്നും ആയിട്ടില്ല, കുഞ്ഞതാ കണ്ടോ. ഇതെന്തോ ആയി ഈ കുഞ്ഞൻ ക്യാരറ്റ്. ഇതൊന്നും വലിയതാവേണ്ടതാ ഇത്. പിന്നെ ഏവക്കൂട്ടന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പിച്ചിയതാണ്. അപ്പം അച്ഛൻ വെള്ളം കൊണ്ടുവരും, അപ്പം നമുക്ക് കഴുകി കഴിക്കാം കേട്ടോ. ക്യാരറ്റ് കഴുകട്ടെ പൊന്നാ, കഴുകിയിട്ട് കഴിക്കാം. അച്ഛൻ നമ്മുടെ പൂള് വീർപ്പിക്കുന്നു. മഴ പെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പൂളിനകത്ത് കിടക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം നമുക്കിന്ന് അരോര അലർട്ട്സ് വന്നിട്ടുണ്ടല്ലേ ആപ്പിനകത്ത്. കുറേ നാളായി ആ ഒരു അലർട്ട് ഇങ്ങനെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് അരോര ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് നല്ല മഴയും മഴക്കാറും ഒക്കെയാണ്, അപ്പോൾ കാണാൻ പറ്റത്തില്ല. പിന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഇരുട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് കാർമേഘം ഒന്നും ഇല്ലെങ്കിൽ കാണാൻ പറ്റും, ക്ലിയർ സ്കൈ ആണെങ്കിൽ. ഇനി അങ്ങോട്ട് അരോരയുടെ സീസണാണ്. ഇതാണ് നമ്മുടെ ഡ്രൈ ബ്ലൂബെറി ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടെ ആവാനുണ്ട്. അതെ, എന്തോരം വെച്ചതായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം ചൊങ്ങി ഇത്രയായി. നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല വെയിലാണല്ലേ, അവിടെ ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണക്കി എടുക്കാം. ഓവന്റെ അകത്ത് വെച്ചാ ഇവിടെ ഒരാളെ കാര്യമായിട്ട് എന്തോ തീറ്റിയിലാണ്. അങ്ങനെ ബ്ലൂബെറി എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ടല്ലേ. കണ്ടോ, അടിപൊളിയായിട്ട് ഒരു തുള്ളി ഇതുമില്ല, ജലാംശം പോലും ഇല്ല. അടിപൊളിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉണക്കമുന്തിരി പോലെ ഇരിക്കും. നമ്മൾ ഓവനകത്ത് വെച്ചാണ് ഇത് ഡ്രൈ ചെയ്തിട്ട്. ഇത് കുറച്ചിപ്പോ വെളിയിൽ വെച്ചിട്ടുണ്ട്, വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാനായിട്ട്.
ഇതെന്തായാലും നമ്മൾ ഇത് ഓവൻ ഡ്രൈ ചെയ്തതാണ്. കുറെ സമയം എടുക്കും കേട്ടോ. അതെ. ഇപ്പൊ ദേ നമ്മൾ കഴുകി ഉണക്കി വെച്ചേക്കുന്ന ഒരു കുപ്പിയുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇട്ട് വെക്കാം അല്ലേ. അപ്പൊ അതെ നമ്മളിത് കുപ്പിക്കകത്താക്കുവാണ്. കണ്ടോ, അത് കുപ്പിക്കകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കുപ്പിയുടെ വെയിറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുപ്പിക്കകത്ത് ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി ഇതിന്റെ വെയിറ്റ് നോക്കാം. കൂട്ടം വാരി വാരി ഇടുക. എന്തായാലും ഇതൊരു 170 ഗ്രാം ഉണ്ട് നമ്മുടെ ഉണങ്ങിയ ബ്ലൂബെറി. ഇതെടുത്ത് മാറ്റി വെച്ചേക്കാം, അല്ലെങ്കിൽ നമ്മൾ വല്ല അതെ അതെ 2 ട്രേ നിറയുണ്ടായിരുന്നു. ഉണങ്ങി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്കിത് മാറ്റി വെക്കും. കാരണമേ കുരുമുളകാണെന്നെങ്ങാനും പറഞ്ഞിട്ട് വല്ലത്തിലും എടുത്തിടാൻ നോക്കും. അല്ലെന്നുണ്ടെങ്കിൽ മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങയാണോ എന്ന് വിചാരിക്കും. സ്നാക്സിൻ്റെ കൂടെ വെക്കാം, അപ്പം ഇടയ്ക്കിടയ്ക്ക് കഴിക്കാമല്ലോ അല്ലേ കൂട്ടാ. ആ സ്നാക്സാ, ബ്ലൂബെറി സ്നാക്സാ. ഡോറ പറയുന്ന പോലെ. നിങ്ങൾക്ക് സ്നാക്സ് ഇഷ്ടമാണോ? എൻ്റെ അമ്മ എനിക്ക് എന്താ കഴിക്കാൻ തന്നേന്ന് നോക്കൂ. ബ്ലൂബെറീസ്, 5 ബ്ലൂബെറി. അതുപോലെ ഏവക്കുട്ടനും തരാം 5 ബ്ലൂബെറി വെച്ച് കേട്ടോ. ആ ഡോറയാ. നമ്മുടെ കറിവേപ്പിന്ന് വെച്ചതാണ്. ഫ്രഷ് കറിവേപ്പില. ഫ്രഷ് കറിവേപ്പില ഇച്ചിരി അങ്ങോട്ട് വളരാൻ നോക്കിയിരിക്കും, അപ്പൊ തന്നെ പിച്ചി എടുക്കും. അതെ, ഞാൻ ഇല അങ്ങനെ പിച്ചി അങ്ങ് എടുക്കും. അത് കാരണം ഇതിനാണെങ്കിലേ ചെറുതായിട്ട് സ്പൈഡറിന്റെ അറ്റാക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കങ്ങനെ ഇല പിച്ചുന്ന പോലെ ഒരു ദേഷ്യമില്ല. ഞാനിത് പിച്ചാൻ വേണ്ടിയിട്ടല്ല വളർത്തുന്നത്, ഒരു രസത്തിന് വളർത്തുന്നേ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ സ്പൈഡറിന്റെ അറ്റാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ ആ ഇല പിച്ച് മാറ്റും. അല്ലെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളതിനെയും കൂടെ ബാധിക്കും. അപ്പൊ അതങ്ങ് പിച്ചെടുത്ത് കഴുകിയെടുത്ത് ഫ്രഷ് ആയിട്ടങ്ങ് വെച്ചേക്കാം, നമുക്ക് കറിക്കകത്ത് ഇടാം. അതെ, കണ്ടോ. സമയം രാത്രി 1 മണി ആയിട്ടുണ്ട്. 1 മണി കഴിഞ്ഞാൽ തോന്നുന്നു. 1 മണിയാകാൻ പോകുന്നു. ആർക്കും ഉറക്കമൊന്നുമില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. ഫോണ് കുറെ ദൂരെയാ വെച്ചേക്കുന്നത്. ദേവയുടെ സ്വിമ്മിംഗ് പൂളാ. ദേവയുടെ സ്വിമ്മിംഗ് പൂളിൽ നമ്മളാരെയും കിടക്കുക. ഇത് ഇച്ചിരി ചൂടുവെള്ളമാണ് ഇതിനകത്ത് നമ്മൾ ഒഴിച്ചേക്കുന്നത്. കാരണം വെളിയിൽ ചെറിയൊരു തണുപ്പുണ്ട്. ഒരു ചൂടുവെള്ളത്തിൽ കിടക്കുമ്പോൾ നമുക്ക് റിലാക്സ് ആണല്ലോ. റിലാക്സേഷൻ ഉണ്ട്. നല്ലൊരു അല്ലേ, നല്ലടേ നോക്കട്ടാ. ഓക്കെ. കുളിയും ജപമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വെളുപ്പിന് 3 മണിയാണ്. നമ്മളാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നേ ഉള്ളു. കണ്ടോ, ഉറക്കവും ഇല്ല, ഒന്നുമില്ല. കഴിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങണം. ഏവക്കുട്ട ഉറങ്ങി. ചൂട് പാസ്ത. ഏവക്കുട്ടൻ എന്തായാലും കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ കഴിച്ചോണ്ടേ കുളിച്ചിട്ട് വന്നോണ്ടേ പോയി കിടന്നങ്ങ് ഉറങ്ങി. നമ്മളിനി കഴിച്ചിട്ട് കിടന്നുറങ്ങണം. സൂപ്പറാ.